ഉലകെങ്ങും ചൂതിപ്പറ്റി ഉയർന്നുള്ള നേതാ ഉലയാത്ത മനസ്സിന്റെ ഗാഥ. സിദ്ദീഖ് റളിയല്ലാഹുവിനെ പറ്റിയല്ല പറയുന്നത്. റസൂലുള്ളാഹിയുടെ കാലത്ത് സിദ്ദീഖ് തങ്ങളെ പറ്റി പറഞ്ഞ ഹദീസാണെങ്കിലും ഇന്നുള്ള ആ പണ്ഡിതനോട് ഈ ഹദീസ് മാത്രം റസൂൽ ഓതി കൊടുത്താൽ അബൂബക്കർ എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്ന അബൂബക്കർ ഉണ്ടല്ലോ, അത് നിങ്ങളെ കാണൊക്കെ വളർന്നത് ഹൃദയത്തിന്റെ ശുദ്ധി കൊണ്ടും ഹൃദയത്തിന്റെ വളർച്ച കൊണ്ടുമാണ്. അവരോട് നിങ്ങൾ എതിരിന് നിൽക്കരുത് എന്നാണ് പറയുന്നത്. രണ്ട് ദിവസം മുമ്പ് മഅദനിൽ നിന്ന് ഇഹ്യാ ഉലൂമുദ്ദീൻ ക്ലാസ് എടുത്തു. അള്ളാഹു അങ്ങനെയുള്ള വലിയ വലിയ മഹാന്മാരെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ നേതാക്കന്മാർ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങളുടെ അവസ്ഥ പറഞ്ഞാലും എ പി ഉസ്താദാണ് അവരുടെയും വളർച്ചയ്ക്ക് കാരണം. സയ്യിദന്മാർ അല്ലാഹു വലിയവരാക്കിയിട്ടുണ്ട്. എങ്കിലും ഇങ്ങനെയുള്ള വേദിയിലേക്ക് തങ്ങളെ കൈപിടിച്ചത് ഉസ്താദ് തന്നെയാണ്. ഏത് നന്മ ഇപ്പൊ നടക്കുന്നുണ്ടോ സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ അതിൽ നിന്നൊരു വിഹിതം ഉസ്താദിന്റെ ഏടിലുണ്ടായിരിക്കും. അല്ലാഹു ആ നേതൃത്വത്തിന് ദീർഘായുസ് നൽകുമാറാകട്ടെ. ഉസ്താദ് അറിയാതെ ഞാൻ അള്ളാഹു താല എവിടെ ജീവിക്കുന്നില്ല. ഉസ്താദിനെ ബന്ധപ്പെടാതെ ഇവിടെ ഒരു സുന്നി ഒരു ഇബാദത്ത് ചെയ്യില്ല. കാന്തപുരം കനിവാർന്ന സ്വരം നവകാലത്തിൻ പൊൻതാരം. നിസ്വാർത്ഥ പണ്ഡിതരാ നിസ്വാർത്ഥ പണ്ഡിതരാ ബഹുതാജുൽ ഉലമ സയ്യിദ് ബുഖാരി ആത്മീയ ലോകത്തിന്റെ ജ്യോതിസായി വന്നേ. നൂറുൽ ഉലമായും ഖമറുൽ ഉലമായും മുന്നിൽ ആദർശത്തിൻ ഭദ്രത കാക്കാൻ സുന്നത്തിൻ തിരുമന്ത്രമുയർത്താൻ മുത്തുനബിയുടെ പാദപടുക്കാൻ. നിന്റെ മാപ്പന്റെ സ്കൂള്, നിന്റെ മാപ്പന്റെ സ്കൂള് മുജാഹിദിനെ വരയാക്കാൻ ജമാഅത്തിനെ തീട്ടമാക്കാൻ, മുജാഹിദിനെ വരയാക്കാൻ ജമാഅത്തിനെ തീട്ടമാക്കാൻ ഇന്നലെ ട്രൗസർ ഇട്ട് നടന്നിട്ടൊന്ന് കോണം കെട്ടിയാടോ ആരുമോ? ഇന്നലെ വരെ ട്രൗസർ ഇട്ട് നടന്നിട്ടൊന്ന് കോണം കെട്ടിയാടോ ആരുമോ? നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കാൻ, നമ്മുടെ ഹൃദയത്തിൽ കിബിർ വരാതിരിക്കാൻ, നമ്മുടെ ഹൃദയത്തിൽ ഗർവ് വരാതിരിക്കാൻ. കോംപ്ലക്സ് 5 കോടിക്ക് പണയം വെച്ചിട്ട് അഖിലേന്ത്യാ വിഘടകൻ വല്ലാഹി പണയം വെച്ചിട്ടില്ലെന്ന് പറഞ്ഞു. നമ്മൾ അത്ഭുതപ്പെട്ടു. അപ്പോഴാണ് പ്രിയങ്കരനായ ഹസൻ സഖാഫി വിശദീകരിച്ചത്, ഉസ്താദിന്റെ സ്വഭാവം അങ്ങനെയാ. വല്ലാഹി പറഞ്ഞാൽ ശേഷം വരാൻ പോകുന്നത് കളവാണെന്ന് ഉറപ്പാ. സുമ്മ വല്ലാഹി വന്നാൽ പച്ചക്കള്ളമാണ്. അതുകൊണ്ട് നിങ്ങൾ വേദാറാവണ്ട. അപ്പോഴാണ് നമുക്ക് സമാധാനമായത്. അതല്ലെങ്കിൽ നമ്മൾ അത്ഭുതപ്പെടില്ലേ? കാലെടുത്ത് വെക്കുമ്പോൾ അവിടെ നബിയല്ല ഉള്ളത്, കാന്തപുര ഉസ്താദാണുള്ളത്, എ പി ഉസ്താദാണുള്ളത്. സുബ്ഹാനല്ലാഹ്, എന്താ പരിപാടി? എ പി ഉസ്താദ് ടിക്കറ്റ് കൊടുക്കുന്നു. എന്തിന്? അപ്പുറത്തെ റൂമിൽ റസൂലുള്ള ഇരിക്കുന്നുണ്ട്. ആ നബിയെ കാണാൻ എ പി ഉസ്താദ് ടിക്കറ്റ് കൊടുക്കുന്നു. ആ ടിക്കറ്റ് വാങ്ങി ഞാൻ അടുത്ത റൂമിൽ കയറിയപ്പോൾ അവിടെ റസൂലുള്ളാഹി ഇരിക്കുന്നു.